കടലിന്റെ അടിയിൽ ഇന്നും ഒരു മോൺസ്റ്റർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് മെഗലഡോണിനെ കുറിച്ചല്ല പറയുന്നത്. പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മോൺസ്റ്റർ ക്രീച്ചറിനെ കുറിച്ചാണ്. ഇതൊരു മൂവി സ്റ്റോറിയോ കെട്ടുകഥയോ ഒന്നുമല്ല. ഭൂമിയിലെ എല്ലാ കോണ്ടിനെന്റിലും ഈ മോൺസ്റ്ററിന്റെ ഫോസിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവനാണ് ഈ കടൽ ഭരിച്ചിരുന്നത്. ആ മോൺസ്റ്ററിന്റെ പേരാണ് മോസസോറസ്. പലരും ഈ പേര് പോലും കേട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഒരു കാലത്ത് ഈ ഭൂമിയെ ഏറ്റവും ഡേഞ്ചറായ സീ പ്രിഡക്ടറിൽ ഒന്നായിരുന്നു മോസസോറസ്. 2014 മെക്സിക്കോയിൽ ഒരു ബ്രിട്ടീഷ് ടൂറിസ്റ്റ് കടലിൽ ഒരു വിചിത്ര ജീവിയെ കണ്ടതായി പറഞ്ഞു. പിന്നീട് അത് കാർണിവൽ ക്രൂയിസ് മോൺസ്റ്റർ എന്ന പേരിൽ വാർത്തകളിൽ വരാൻ തുടങ്ങി. ആ ജീവിയുടെ ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ ചിലർക്കത് മോസസോറസിനെ ഓർമ്മ വന്നു. പക്ഷെ സത്യത്തിൽ മോസസോറസ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. കാരണം ഇതൊരു സാധാരണ കടൽ ജീവിയല്ല, നമ്മുടെ ഓഷൻ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രിഡക്ടർ ആയിരുന്നു. ശരിക്കും മോസസോറസ് ഒരു ജെയിൻ ലിസാർഡാണ്. അതായത് ഇന്ന് കാണുന്ന കൊമോഡോ ഡ്രാഗന്റെ ഒരു ഭീമൻ വെർഷൻ എന്ന് പറയാം. പക്ഷെ ഇത് കരയിലല്ല, കടലിലാണ് ജീവിച്ചിരുന്നത്. ഇതിന്റെ വായ സ്നേക്കിനെ പോലെ വളരെ വലുതായി തുറക്കാൻ പറ്റും. വായ നിറയെ വലിയ ഷാർപ്പായ പല്ലുകളുണ്ട്. പിന്നിൽ ഷാർക്കിനെ പോലെ സ്ട്രോങ് ആയ വാൽ. ഇതെല്ലാം ചേർന്നപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ഹണ്ടറായി മാറി. ചില മോസസോറസ് സ്പീഷീസുകൾ 18 മീറ്റർ വരെ നീളം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ ബസിനേക്കാൾ വലുത്. അതുകൊണ്ട് തന്നെ ഷാർക്ക്, വെയിൽ എന്ത് കിട്ടിയാലും ഇവമാർ അതിനെ ഹണ്ട് ചെയ്ത് തിന്നും. മറ്റൊരു മോസസോറസിനെ പോലും അറ്റാക്ക് ചെയ്യാൻ ഇവമാർക്ക് ഒരു മടിയില്ലായിരുന്നു. സയന്റിസ്റ്റുകൾ ലോകത്തിലെ എല്ലാ കോണ്ടിനെന്റിലും മോസസോറസിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്ക പോലത്തെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ പോലും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ക്രിട്ടേഷ്യസ് പീരീഡിൽ കടലിന്റെ യഥാർത്ഥ രാജാവ് മോസസോറസ് ആയിരുന്നു. ഇന്ന് ഗാല ഐലൻഡിൽ കാണുന്ന മറൈൻ ഇഗ്വാനാസ് പോലുള്ള ക്രീച്ചേഴ്സ് ആദ്യം ഫുഡ് തേടി കടൽ തീരത്തിന്റെ അടുത്ത് മാത്രം വെള്ളത്തിലിറങ്ങിയവന്മാർ കാലം കടന്നപ്പോൾ കൂടുതൽ സമയം കടലിൽ ചെലവഴിക്കാൻ തുടങ്ങി. ഓരോ ജനറേഷൻ വരുമ്പോഴും കുറച്ച് ശരീരം മാറാൻ തുടങ്ങി. വാൽ കൂടുതൽ സ്ട്രോങ് ആയി, സ്വിമ്മിംഗ് സ്പീഡ് കൂടി, ശരീരം കടൽ ലൈഫിന് പറ്റിയ രീതിയിൽ എവല്യൂഷൻ സംഭവിച്ചു. വെറും 27 മില്യൺ ഇയേഴ്സ് കൊണ്ടാണ് ഈ ചെറിയ ലിസാർഡ് ഒരു ജെയിന്റ് അപ്പെക്സ് പ്രിഡക്ടറായി മാറിയത്. അങ്ങനെ ചെറിയ ലിസാർഡുകൾ പതിയെ ജെയിന്റ് സീ മോൺസ്റ്റേഴ്സ് ആയി മാറി. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയില്ല, മത്സ്യങ്ങളെ പോലെ ഗിൽസ് യൂസ് ചെയ്ത് ബ്രീത്ത് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഡോൾഫിനും വെയിൽസും പോലെ സർഫേസിലേക്ക് വന്ന് ഓക്സിജൻ ശ്വസിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ ജുറാസിക് വേൾഡ് സിനിമയിൽ കണ്ട മോസസോറസിനെ ഓർമ്മയുണ്ടോ? യഥാർത്ഥ മോസസോറസ് അത്ര വലുതായിരുന്നില്ല, പക്ഷെ അത്ര തന്നെ ഡേഞ്ചർ ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, ഈ മോൺസ്റ്റർ ഇല്ലാതായില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ലോകം എങ്ങനായിരിക്കും? ആദ്യം തന്നെ ഓഷൻ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല. ഇന്ന് ജീവിക്കുന്ന പല മീനുകളും ഡോൾഫിനും വെയിലും ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. കാരണം മോസസോറസ് പോലുള്ള ഒരു പ്രിഡക്ടറിന് മുന്നിൽ സർവൈവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് കടലിൽ ജീവിക്കുന്ന സ്പീഷീസുകൾ എല്ലാം കൂടുതൽ വേഗത്തിൽ നീന്തുന്നവയോ, കൂടുതൽ ഒളിക്കാൻ കഴിയുന്നവയോ, അല്ലെങ്കിൽ പുതിയ ഡിഫറന്റ് ആയ എബിലിറ്റീസ് ഉള്ളവയോ ആയിരിക്കും. കാരണം നമ്മൾ ഭൂമിയിൽ കണ്ടുപിടിച്ച എല്ലാ പ്രിഡക്ടറുകളാണ് എവല്യൂഷനെ വേഗത്തിലാക്കുന്നത്. വേട്ടയാടപ്പെടുന്ന അനിമൽ തന്റെ ജീവൻ രക്ഷിക്കാൻ പുതിയ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മോസസോറസ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കടൽ ഒരുപക്ഷെ ഇന്നത്തേതിനേക്കാൾ ഡിഫറന്റ് ആയ വിചിത്രമായ സ്ഥലമായിരിക്കണം. മനുഷ്യന്മാരുടെ കാര്യവും അതുപോലെ തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ ഫിഷിംഗ് ബോട്ട് കടലിൽ സേഫ് ആയിരിക്കില്ല. സെയിലിംഗ്, ഡൈവിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ഡേഞ്ചർ ആകും. കടലിൽ പോകുന്ന എല്ലാവരും വളരെ വലിയ ഷിപ്പ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഏകദേശം 66 മില്യൺ ഇയേഴ്സ് മുമ്പ് ഭൂമിയെ ഹിറ്റ് ചെയ്ത ആസ്ട്രോയിഡ് കാരണം മോസസോറസ് ഉൾപ്പെടെ ഡൈനോസറിന്റെ കാലം അവസാനിച്ചു. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കടൽ പൂർണ്ണമായും വേറൊരു ലോകമായി മാറിയേനെ. അതുകൊണ്ട് അടുത്ത തവണ കടലിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഒരു കാലത്ത് വെള്ളത്തിനടിയിൽ 18 മീറ്റർ നീളമുള്ള ജെയിൻ ലിസാർഡ് മോൺസ്റ്റർ ഭൂമിയിലെ മറ്റെല്ലാ സീ ക്രീച്ചേഴ്സിനെയും ഭയപ്പെടുത്തി ജീവിച്ചിരുന്നു. ഈ ഭീകരനാണ് മോസസോറസ്. ഇതേ കാലത്താണ് ലോകത്തിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചിരുന്നത്. അവനാണ് ടൈറ്റനോബ. ഡൈനോസറിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുത്ത പ്രിഡക്ടറാണ് ടൈറ്റനോബ. സൗത്ത് അമേരിക്കയിലെ ഫോറസ്റ്റിലാണ് ഇത് ജീവിച്ചിരുന്നത്. അന്ന് ഭൂമി ഇന്നത്തെ പോലെ തണുത്ത ലോകമല്ലായിരുന്നു, എക്സ്ട്രീം ഹോട്ട് വേൾഡ് ആയിരുന്നു. ആ എൻവയോൺമെന്റിലാണ് ടൈറ്റനോബ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഏകദേശം 15 മീറ്റർ വരെ നീളമുള്ള ഒരു ജെയിൻ സ്നേക്ക്, ഒരു സ്കൂൾ ബസിന്റെ അത്രയും വലുത്. ഇതിന്റെ വെയിറ്റ് മാത്രം 1000 കിലോന്റെ മേലെ ഉണ്ടായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനാക്കോണ്ടയേക്കാൾ 5-6 മടങ്ങ് വരുന്ന ഒരു മാസീവ് പ്രിഡക്ടർ. പക്ഷെ ടൈറ്റനോബ വെനമസ് അല്ലായിരുന്നു. അതായത് ഈ പാമ്പിന് വിഷമില്ല. ഇതെവിടെ ഉണ്ടെന്ന് പോലും ആർക്കും കാണാൻ പറ്റില്ല. ഈ ഒരു മൂവിയുടെ സീന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ കണ്ട സെയിം സ്കില്ല് യൂസ് ചെയ്താണ് ഈ ജെയിൻ സ്നേക്ക് ഹണ്ടിങ് ചെയ്യുന്നത്. വെള്ളത്തിൽ സൈലന്റ്ലി വെയിറ്റ് ചെയ്യും, പെർഫെക്റ്റ് മൂവ്മെന്റ് വരുന്നവരെ. ഈ ക്രീച്ചർ എങ്ങനെയാണ് ഇത്ര വലുതായി മാറി? അതിന്റെ ഒറിജിൻ മനസ്സിലാക്കാൻ നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കിലോട്ട് പോകണം. ഡൈനോസർ ഇല്ലാതായതിനു ശേഷം ഭൂമിയിൽ മേജർ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചു. റീജിയൻസ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എല്ലാം എക്സ്ട്രീമിലി ഹോട്ടായി. കോൾഡ് ബ്ലഡഡ് അനിമൽസിനെ ഇത് പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു. ടൈറ്റനോബയും കോൾഡ് ബ്ലഡഡ് സ്നേക്ക് ആയിരുന്നു. അതായത് ഇതിന്റെ ബോഡി ടെമ്പറേച്ചർ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഭൂമി ചൂടായപ്പോൾ ടൈറ്റനോബയുടെ മെറ്റബോളിസം ഫാസ്റ്ററായി, ഗ്രോത്ത്
ഗ്രോത്ത് കൂടുതൽ സ്ട്രോങ് ആയി, ഹണ്ടിങ് എബിലിറ്റി കൂടുകയും ചെയ്തു. അങ്ങനെ ഇത് സ്ലോലി സ്വാമ്പ് എക്കോസിസ്റ്റത്തിൽ ടോപ്പ് പ്രിഡക്ടറായി മാറി. പക്ഷെ ഭൂമി ഒരിക്കലും സ്റ്റേബിൾ അല്ല. സമയം കടന്നപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയി, ടെമ്പറേച്ചർ കുറഞ്ഞ് ഭൂമി തണുക്കാൻ തുടങ്ങി. ടൈറ്റനോബയ്ക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ഇല്ലാതായി. കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആയതിനാൽ അത് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബോഡി സ്ലോ ആയി, മൂവ്മെന്റ് വീക്കായി, ഹണ്ടിങ് കംപ്ലീറ്റ്ലി ഫെയിൽ ആയി. അങ്ങനെ ഏകദേശം 55 മില്യൺ ഇയേഴ്സ് മുമ്പ് ടൈറ്റനോബയ്ക്ക് വംശനാശം സംഭവിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു ക്രേസി ക്വസ്റ്റ്യൻ, ടൈറ്റനോബയ്ക്ക് വംശനാശം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ വേൾഡിൽ റിവർ, റെയിൻ ഫോറസ്റ്റ് എല്ലാം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. 15 മീറ്റർ വലിപ്പമുള്ള സ്നേക്ക് സൈലന്റ്ലി മൂവ് ചെയ്യുന്നു. ബോട്ട്സ് റിവറിൽ പോലും അൺസേഫ് ആയേനെ. സ്വിമ്മിംഗ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആയേനെ. കാരണം വെള്ളത്തിനടിയിൽ ഡേഞ്ചർ എവിടെയാണെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ടൈറ്റനോബ അറ്റാക്ക് ചെയ്യുന്നത് ഫാസ്റ്റ് അല്ല, അത് വെയിറ്റ് ചെയ്യും, ഹൈഡ് ചെയ്യും, പിന്നെ പെർഫെക്റ്റ് ടൈമിംഗിൽ സ്ട്രൈക്ക് ചെയ്യും. ടൈറ്റനോബ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ എക്കോസിസ്റ്റം മുഴുവൻ ചേഞ്ച് ആയേനെ. വാട്ടർ ബേസ്ഡ് ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എവല്യൂഷൻ ഫോളോ ചെയ്തിട്ടുണ്ടാവും. മനുഷ്യന്മാര് പോലും വാട്ടർ അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. പക്ഷെ നമുക്ക് വീണ്ടും ഭാഗ്യമുള്ളത് കൊണ്ട് ഭൂമി സ്ലോലി കൂളായി. ടൈറ്റനോബയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയാതെ വംശനാശം സംഭവിച്ചു. സോ നെക്സ്റ്റ് വീഡിയോ ഏത് പ്രിഡക്ടറിന്റെ വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.